എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. 2026 ആദ്യത്തെ മൻ കി ബാത്താണിത്. നാളെ ജനുവരി 26 നമ്മളെല്ലാവരും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ പോകുകയാണ്. ഈ ദിവസമാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ജനുവരി 26 എന്ന ഈ ദിവസം നമുക്ക് നമ്മുടെ ഭരണഘടനാ ശില്പികളെ ആദരിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. ഇന്ന് ജനുവരി 25 തീയതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ദേശീയ സമ്മതിദായക ദിനമാണ്, വോട്ടേഴ്സ് ഡേ. വോട്ടർ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ്. സുഹൃത്തുക്കളെ, ഒരാൾക്ക് 18 വയസ്സാകുമ്പോൾ അയാൾ ഒരു വോട്ടറായി മാറുന്നു. അതിനെ ജീവിതത്തിലെ ഒരു സാധാരണ ഘട്ടമായാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അവസരം ഏതൊരു ഭാരതീയൻ്റെയും ജീവിതത്തിലെ വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അതുകൊണ്ട് നാം രാജ്യത്ത് വോട്ടറാകുന്നതിനെ ഒരു ഉത്സവമായി ആഘോഷിക്കണം. നമ്മൾ ജന്മദിനത്തിന് ആശംസകൾ നേരുന്നത് പോലെ, അത് ആഘോഷിക്കുകയും ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ ഏതൊരു യുവവും ആദ്യമായി വോട്ടറാകുമ്പോൾ ആ പ്രദേശം മുഴുവനും, ഗ്രാമമോ നഗരമോ ഒന്നടങ്കം ഒത്തുചേർന്ന് അവരെ അഭിനന്ദിക്കുകയും മധുരം വിതരണം ചെയ്യുകയും വേണം. ഇതുവഴി ജനങ്ങളിൽ വോട്ടിങ്ങിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഒരു വോട്ടർ ആയിരിക്കുക എന്നത് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന ചിന്ത കൂടുതൽ ശക്തമാകും. സുഹൃത്തുക്കളെ, രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും നമ്മുടെ ജനാധിപത്യത്തെ സജീവമായി നിലനിർത്താനായി അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നവരുമായ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സമ്മതിദായക ദിനത്തിൽ ഞാൻ എൻ്റെ യുവസുഹൃത്തുക്കളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. 18 വയസ്സ് തികയുമ്പോൾ തന്നെ വോട്ടർമാരായി തീർച്ചയായും രജിസ്റ്റർ ചെയ്യണം. ഭരണഘടന ഓരോ പൗരനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കർത്തവ്യബോധം ഇതിലൂടെ നിറവേറ്റപ്പെടും. അതുപോലെ ഭാരതത്തിൻ്റെ ജനാധിപത്യം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ ഞാൻ രസകരമായ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. ആളുകൾ 2016 തങ്ങളുടെ ഓർമ്മകൾ വീണ്ടും പുതുക്കുകയാണ്. അതേ വികാരത്തോടെ ഇന്ന് ഞാനും നിങ്ങളുമായി എൻ്റെ ഒരു ഓർമ്മ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 10 വർഷം മുൻപ് 2016 ജനുവരിയിൽ നമ്മൾ ഒരു വലിയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു, ചെറുതാണെങ്കിൽ പോലും. ഇത് നമ്മുടെ യുവതലമുറക്കും രാജ്യത്തിൻ്റെ മികച്ച ഭാവിക്കും വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന്. പക്ഷേ അന്ന് ചിലർ ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ സംസാരിക്കുന്ന ആ യാത്ര, അത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ യാത്രയാണ്. അത്ഭുതകരമായ ഈ യാത്രയുടെ നായകന്മാർ നമ്മുടെ യുവസുഹൃത്തുക്കളാണ്. തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവന്ന് അവർ അവതരിപ്പിച്ച നൂതനാശയങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ഇന്ന് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം രൂപപ്പെട്ടിരിക്കുന്നു. ഈ സ്റ്റാർട്ടപ്പുകൾ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ന് അവരെല്ലാം പ്രവർത്തിക്കുന്നത് 10 വർഷം മുൻപ് വരെ സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന മേഖലകളിലാണ്. AI, സ്പേസ്, ന്യൂക്ലിയർ എനർജി, സെമികണ്ടക്ടേഴ്സ്, മൊബിലിറ്റി, ഗ്രീൻ ഹൈഡ്രജൻ, ബയോടെക്നോളജി. നിങ്ങൾ ഒരു പേര് പറഞ്ഞാൽ മതിയാകും, പ്രസ്തുത മേഖലയിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ എൻ്റെ എല്ലാ യുവസുഹൃത്തുക്കളെയും സല്യൂട്ട് ചെയ്യുന്നു. അവർ ഏതെങ്കിലും സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടവരാകാം, അല്ലെങ്കിൽ സ്വന്തമായി ഒന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാകാം. സുഹൃത്തുക്കളെ, ഇന്ന്
മൻ കി ബാത്തിലൂടെ ഞാൻ രാജ്യവാസികളോട്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രി, സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട യുവാക്കളോടും ഒരു അഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ഇക്കോണമി അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഈ സമയത്ത് നമ്മളെല്ലാവർക്കും ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്തം ഗുണമേന്മയ്ക്ക് ഊന്നൽ നൽകുക എന്നതാണ്. കുഴപ്പമില്ല, അല്ലെങ്കിൽ സാരമില്ല, ഇതൊക്കെ മതി എന്ന ചിന്തയുടെ കാലം കഴിഞ്ഞുപോയി. ഈ വർഷം നമുക്ക് പൂർണ്ണ ശക്തിയോടെ ഗുണമേന്മയ്ക്ക് മുൻഗണന നൽകാം. നമ്മുടെ എല്ലാം ഒരേയൊരു മന്ത്രം ക്വാളിറ്റി ആയിരിക്കണം. ക്വാളിറ്റി, ക്വാളിറ്റി മാത്രം. ഇന്നലത്തേക്കാൾ ഇന്ന് മെച്ചപ്പെട്ട ക്വാളിറ്റി. നമ്മൾ എന്ത് തന്നെ നിർമ്മിക്കുകയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കണം. നമ്മുടെ ടെക്സ്റ്റൈൽസ് ആയാലും, ടെക്നോളജി ആയാലും, ഇലക്ട്രോണിക്സ് ആയാലും, ഇനി പാക്കേജിംഗ് ആണെങ്കിൽ പോലും, ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്നാൽ ഏറ്റവും മികച്ച ക്വാളിറ്റി എന്നായി മാറണം. വരൂ, നമുക്ക് എക്സലൻസിനെ നമ്മുടെ ബെഞ്ച് മാർക്കാക്കാം. നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ക്വാളിറ്റിയിൽ ഒരു തരത്തിലും കുറവ് വരുത്തില്ലെന്നും ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഞാൻ ചെങ്കോട്ടയിൽ നിന്നും പറഞ്ഞിരുന്നു. സീറോ ഡിഫെക്റ്റ്, സീറോ എഫക്റ്റ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ നൂതനമായ കാര്യമാണിത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വഭാവത്തിലുള്ള ഒന്നാണ്. ചില ആളുകൾ ഈ ജോലി സ്റ്റാർട്ടപ്പുകളിലൂടെ ചെയ്യുന്നു. മറ്റു ചിലർ സമൂഹത്തിൻ്റെ കൂട്ടായ ശക്തി കൊണ്ട് ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതുപോലൊരു ശ്രമം ഉത്തർപ്രദേശിലെ അസംഗഡിൽ നിന്നും വന്നിട്ടുണ്ട്. ഇവിടെ കൂടി ഒഴുകുന്ന തംസ നദിക്ക് ആളുകൾ പുതിയൊരു ജീവൻ നൽകിയിരിക്കുന്നു. തംസ ഒരു നദി മാത്രമല്ല, മറിച്ച് നമ്മുടെ സാംസ്കാരികവും ആധ്യാത്മികവുമായ പൈതൃകത്തിൻ്റെ സജീവമായ ഒരു ധാരയാണ്. അയോധ്യയിൽ നിന്ന് ഉദ്ഭവിച്ച് ഗംഗയിൽ ലയിക്കുന്ന ഈ നദി ഒരു കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു. എന്നാൽ മലിനീകരണം കാരണം അതിൻ്റെ ഒഴുക്കിന് തടസ്സങ്ങൾ നേരിടാൻ തുടങ്ങി. ചെളിയും ചപ്പും ചവറും അഴുക്കും ഈ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. ഇതിനുശേഷം ഇവിടുത്തെ ജനങ്ങൾ ഇതിന് ഒരു പുതിയ ജീവൻ നൽകാനുള്ള ഒരു യജ്ഞം ആരംഭിച്ചു. നദി വൃത്തിയാക്കുകയും അതിൻ്റെ തീരങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാർ കർത്തവ്യബോധത്തോടെ ഈ ജോലിയിൽ ഏർപ്പെട്ടു. എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് നദിയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചു. സുഹൃത്തുക്കളെ, ജനപങ്കാളിത്തത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ശ്രമം ആന്ധ്രാപ്രദേശിലെ അനന്തപുരത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കടുത്ത വരൾച്ചയുടെ പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശമാണിത്. ഇവിടുത്തെ മണ്ണ് ചുവന്നതും മണൽ നിറഞ്ഞതുമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജലക്ഷാമം നേരിടേണ്ടി വരുന്നത്. ഇവിടുത്തെ പല പ്രദേശങ്ങളിലും വളരെ കാലമായി മഴ പെയ്യാറില്ല. പലപ്പോഴും ആളുകൾ അനന്തപുരിനെ താരതമ്യം വരണ്ട മരുഭൂമിയോടാണ്. സുഹൃത്തുക്കളെ, ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നാട്ടുകാർ ജലാശയങ്ങൾ വൃത്തിയാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. പിന്നീട് ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ ഇവിടെ അനന്ത നീരു സംരക്ഷണം എന്ന പ്രോജക്റ്റിന് തുടക്കം കുറിച്ചു. ഈ ശ്രമത്തിൻ്റെ ഭാഗമായി 10-ലധികം ജലാശയങ്ങൾക്ക് പുനർജീവൻ ലഭിച്ചു. ആ ജലാശയങ്ങളിൽ ഇപ്പോൾ വെള്ളം നിറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിനോടൊപ്പം 7000-ലധികം മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതായത് അനന്തപുരിൽ ജലസംരക്ഷണത്തോടൊപ്പം പച്ചപ്പും വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇപ്പോൾ നീന്തൽ ആസ്വദിക്കാനും കഴിയും.
ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ഇക്കോസിസ്റ്റവും വീണ്ടും മെച്ചപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, അത് ആസംഗഡ് ആയാലും അനന്തപൂർ ആയാലും അല്ലെങ്കിൽ രാജ്യത്തെ മറ്റേതെങ്കിലും സ്ഥലമായാലും ഇത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഈ ആളുകൾ ഒത്തുചേർന്ന് കർത്തവ്യബോധത്തോടെ വലിയ ലക്ഷ്യങ്ങൾ നേടുകയാണ്. പൊതുജന പങ്കാളിത്തത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഈ വികാരം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ രാജ്യത്ത് ഭജനയും കീർത്തനവും നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിൻ്റെ ആത്മാവാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ ഭജനകൾ കേട്ടിട്ടുണ്ട്. കഥകളിലൂടെ നാം കേട്ടറിഞ്ഞ കാര്യങ്ങളാണിവ. ഭക്തിയെ അവരവരുടെ കാലത്തിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയും ചില പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നത്തെ യുവാക്കൾ ഭക്തിയെ അവരുടെ അനുഭവങ്ങളിലും അവരുടെ ജീവിതശൈലിയിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ ചിന്തയിൽ നിന്ന് ഒരു പുതിയ സാംസ്കാരിക പ്രവണത ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോകൾ തീർച്ചയായും കണ്ടിട്ടുണ്ടാകും. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ധാരാളം യുവാക്കൾ ഒത്തുകൂടുന്നു. വേദി അലങ്കരിച്ചിരിക്കും, ലൈറ്റുകൾ ഉണ്ടാകും, സംഗീതമുണ്ടാകും, എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടാകും. അവിടുത്തെ അന്തരീക്ഷം ഒരു കോൺസേർട്ടിനേക്കാൾ ഒട്ടും തന്നെ പിന്നിലല്ല. വലിയൊരു കോൺസേർട്ട് നടക്കുകയാണെന്ന് തന്നെ തോന്നും. എന്നാൽ അവിടെ ആലപിക്കപ്പെടുന്നത് പൂർണ്ണമായ ആത്മസമർപ്പണത്തോടെ, പൂർണ്ണമായ അർപ്പണബോധത്തോടെ, പൂർണ്ണമായ താളത്തോടെ ഭജനയുടെ അലയോലികളാണ്. ഈ പ്രവണതയെ ഇന്ന് ഭജൻ ക്ലബ്ബിംഗ് എന്നാണ് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും ജെൻസിയുടെ ഇടയിൽ വളരെ വേഗത്തിൽ പ്രചാരം നേടുന്നുണ്ട്. ഈ പരിപാടികളിൽ ഭജനയുടെ അന്തസ്സും പരിശുദ്ധിയും പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു എന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഭക്തിയെ ലഘുവായി കാണുന്നില്ല. വാക്കുകളുടെ മാന്യതയോ വികാരത്തിൻ്റെ പരിശുദ്ധിയോ നഷ്ടപ്പെടുന്നില്ല. വേദി ആധുനികമായിരിക്കാം, സംഗീതത്തിൻ്റെ അവതരണം വ്യത്യസ്തമാകാം, പക്ഷേ ആത്മീയത എന്ന അടിസ്ഥാന ഭാവം അതുതന്നെയായിരിക്കും. ഒരു നിരന്തരമായ പ്രവാഹം അത് അവിടെ അനുഭവവേദ്യമാകും. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്ന് നമ്മുടെ സംസ്കാരവും ഉത്സവങ്ങളും ലോകമെമ്പാടും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഭാരതത്തിൻ്റെ ഉത്സവങ്ങൾ വലിയ ഉത്സാഹത്തോടും ആഹ്ലാദത്തോടും കൂടി ആഘോഷിക്കപ്പെടുന്നു. എല്ലാ തരത്തിലുമുള്ള കൾച്ചറൽ വൈബ്രൻസി നിലനിർത്തുന്നതിൽ നമ്മുടെ ഭാരതീയ സഹോദരീ സഹോദരന്മാർക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അവർ എവിടെയാണെങ്കിലും അവിടെ തങ്ങളുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഭാവത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മലേഷ്യയിലും നമ്മുടെ ഭാരതീയ സമൂഹം വളരെ പ്രശംസനീയമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതറിയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും. മലേഷ്യയിൽ 500-ലധികം തമിഴ് സ്കൂളുകൾ ഉണ്ട്. ഇവയിൽ തമിഴ് ഭാഷ പഠിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് വിഷയങ്ങളും തമിഴിൽ പഠിപ്പിക്കുന്നു. ഇതുകൂടാതെ ഇവിടെ തെലുങ്ക്, പഞ്ചാബി എന്നിവയുൾപ്പെടെ മറ്റ് ഭാരതീയ ഭാഷകൾക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതവും മലേഷ്യയും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട്. അതിൻ്റെ പേരാണ് മലേഷ്യ ഇന്ത്യ ഹെറിറ്റേജ് സൊസൈറ്റി. വിവിധ പരിപാടികളോടൊപ്പം ഈ സ്ഥാപനം ഒരു ഹെറിറ്റേജ് വാക്കും സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ 2 രാജ്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന സാംസ്കാരിക സ്ഥലങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ മാസം മലേഷ്യയിൽ ലാൽ പാഡ് സാരി ഐക്കോണിക് വാക്ക് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ സാരിക്ക് നമ്മുടെ ബംഗാളിൻ്റെ സംസ്കാരവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഈ പരിപാടിയിൽ
ഈ സാരി ഏറ്റവും കൂടുതൽ ധരിച്ചതിൻ്റെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ടു. അത് മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു. ഈ അവസരത്തിൽ ഒഡീസി ഡാൻസും ബാവുൽ മ്യൂസിക്കും ആളുകളുടെ ഹൃദയം കീഴടക്കി എന്ന് പറയാം. സായ ബർബാംഗ, देंगान डियास्पोरा इंडिया, दी मलेशिया, मेरे का मम्बावा, इंडिया दान मलेशिया, സെമാക്കെൻ ടാപ്പ. മലേഷ്യയിലെ നമ്മുടെ ഭാരതീയ വംശജർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്ക് പോയാലും അവിടെ നമുക്ക് അസാധാരണവും അഭൂതപൂർവമായ എന്തെങ്കിലും സംഭവിക്കുന്നത് തീർച്ചയായും കാണാൻ കഴിയും. മാധ്യമങ്ങളുടെ വർണ്ണപ്പോലിമയ്ക്കിടയിൽ പലപ്പോഴും ഈ കാര്യങ്ങൾക്ക് ഇടം കിട്ടാറില്ല. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്നാണ്. നമ്മുടെ വാല്യൂ സിസ്റ്റംസിൻ്റെ ഒരു നേർക്കാഴ്ചയും ഇതിൽ നിന്ന് ലഭിക്കുന്നു. അവയിൽ ഐക്യത്തിൻ്റെ വികാരം പരമപ്രധാനമാണ്. ഗുജറാത്തിലെ ബേച്ചരാജിയിലെ ചന്ദൻഗി ഗ്രാമത്തിലെ പാരമ്പര്യം അതുതന്നെ വളരെ സവിശേഷമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായവർ, അവരുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അതിൻ്റെ കാരണം ഗ്രാമത്തിലെ മികച്ച കമ്മ്യൂണിറ്റി കിച്ചൺ ആണ്. ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി ഈ പാരമ്പര്യം നടന്നു വരുന്നു. ഇത് മാത്രമല്ല, ആർക്കെങ്കിലും അസുഖമാണെങ്കിൽ അവർക്ക് വേണ്ടി ടിഫിൻ സർവീസും ലഭ്യമാണ്. അതായത് ഹോം ഡെലിവറിക്കുള്ള എല്ലാ ഏർപ്പാടുകളും ഉണ്ടെന്നർത്ഥം. ഗ്രാമത്തിലെ ഈ കൂട്ടായ ഭോജന രീതി ആളുകളിൽ സന്തോഷം നിറയ്ക്കുന്നു. ഈ സംരംഭം ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുക മാത്രമല്ല, കുടുംബപരമായ ഒരുമയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ കുടുംബ വ്യവസ്ഥ, ഫാമിലി സിസ്റ്റം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതിനെ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പല രാജ്യങ്ങളിലും ഇത്തരം ഫാമിലി സിസ്റ്റങ്ങളെക്കുറിച്ച് വലിയ ബഹുമാനമുണ്ട് ഞങ്ങൾക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ സഹോദരൻ UAE പ്രസിഡന്റ് ഹിസ് എക്സലൻസി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, 2026 UAE ഇയർ ഓഫ് ഫാമിലിയായി ആഘോഷിക്കുകയാണെന്ന്. ഇതിൻ്റെ ലക്ഷ്യം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും സാമൂഹിക ബോധവും കൂടുതൽ ശക്തമാക്കുക എന്നതാണ്. തീർച്ചയായും ഇതൊരു പ്രശംസനീയമായ സംരംഭമാണ്. സുഹൃത്തുക്കളെ, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ശക്തി ഒന്നിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളികളെയും പരാജയപ്പെടുത്താൻ സാധിക്കും. എനിക്ക് അനന്തനാഗിലെ ഷെയ്ഖുണ്ട് ഗ്രാമത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ ഡ്രഗ്സ്, പുകയില, സിഗരറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ വളരെയധികം വർദ്ധിച്ചിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഇവിടുത്തെ മീർ ജാഫർ ജി വളരെയധികം അസ്വസ്ഥനായി. അദ്ദേഹം ഈ പ്രശ്നം ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഗ്രാമത്തിലെ ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ എല്ലാവരെയും ഒന്നിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമത്തിൻ്റെ ഫലം എന്തായിരുന്നുവെന്നാൽ, അവിടുത്തെ കടകൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് തന്നെ നിർത്തി. ഈ പരിശ്രമം കൊണ്ട് ഡ്രഗ്സിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ആളുകൾക്കിടയിൽ അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള അനേകം സ്ഥാപനങ്ങളുണ്ട്. വർഷങ്ങളായി നിസ്വാർത്ഥമായി സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവയാണ് അവ. ഉദാഹരണത്തിന്, പശ്ചിമ ബംഗാളിലെ പൂർവ്വ മേദിനിപൂരിലെ ഫരീദ്പൂരിൽ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് വിവേകാനന്ദ് ലോക് ശിക്ഷാ നികേതൻ എന്നാണ്.
ഈ സ്ഥാപനം കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അവർ കുട്ടികളെയും പ്രായമായവരെയും പരിപാലിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം, അധ്യാപകരുടെ പരിശീലനം എന്നിവയോടൊപ്പം ഈ സ്ഥാപനം സാമൂഹ്യക്ഷേമത്തിനായുള്ള നിരവധി നല്ല കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആഗ്രഹം എന്തെന്നാൽ ഈ നിസ്വാർത്ഥ സേവന മനോഭാവം ദേശവാസികൾക്കിടയിൽ ശക്തമായി തുടരട്ടെ എന്നതാണ്. മൻ കി ബാത്തിൽ നമ്മൾ നിരന്തരം ശുചിത്വം എന്ന വിഷയം ഉന്നയിക്കാറുണ്ട്. നമ്മുടെ യുവജനങ്ങൾ അവരുടെ ചുറ്റുപാടുകളിലെ ശുചിത്വത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്ന് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. അരുണാചൽ പ്രദേശിൽ നടന്ന അതുപോലൊരു വേറിട്ട പരിശ്രമത്തെക്കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചു. അരുണാചൽ പ്രദേശ് എന്നത് രാജ്യത്ത് ആദ്യമായി സൂര്യരശ്മി എത്തുന്ന സ്ഥലമാണ്. ഇവിടെ ആളുകൾ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത്. ഇവിടുത്തെ ഇറ്റാനഗറിൽ ഒരു കൂട്ടം യുവാക്കൾ ചില ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഒന്നിച്ചു. അവ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സ്ഥലങ്ങളായിരുന്നു. ഈ യുവാക്കൾ പല നഗരങ്ങളിലായി പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുന്നത് അവരുടെ ദൗത്യമാക്കി. അതിനുശേഷം ഇറ്റാനഗർ, നഹർലഗുൺ, ദോയ്മുഖ്, സെപ്പ, പാലിൻ പാസിഘട്ട് എന്നിവിടങ്ങളിലും ഈ ദൗത്യം നടപ്പിലാക്കി. ഈ യുവാക്കൾ ഇതുവരെ ഏകദേശം 11 ലക്ഷം കിലോയിലധികം മാലിന്യം നീക്കം ചെയ്തു കഴിഞ്ഞു. ഒന്നാലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, 9 യുവാക്കൾ ഒത്തുചേർന്ന് 11 ലക്ഷം കിലോ മാലിന്യം നീക്കം ചെയ്തു സുഹൃത്തുക്കളെ. മറ്റൊരു ഉദാഹരണം അസമിൽ നിന്നുള്ളതാണ്. അസമിലെ നാഗോണിൽ അവിടുത്തെ പഴയ തെരുവുകളുമായി ആളുകൾക്ക് വൈകാരികമായ ഒരു ബന്ധമുണ്ട്. ഇവിടെ കുറച്ചുപേർ ഒത്തുചേർന്ന് തങ്ങളുടെ തെരുവുകൾ വൃത്തിയാക്കാൻ തീരുമാനിച്ചു. പതിയെ പതിയെ അവരോടൊപ്പം കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ടീം രൂപപ്പെട്ടു. അവർ തെരുവുകളിൽ നിന്ന് ധാരാളം മാലിന്യം നീക്കം ചെയ്തു സുഹൃത്തുക്കളെ. ഇതുപോലൊരു ശ്രമം ബംഗളൂരുവിലും നടക്കുന്നുണ്ട്. ബംഗളൂരുവിൽ സോഫ വേസ്റ്റ് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതിനാൽ ചില പ്രൊഫഷണലുകൾ ഒത്തുചേർന്ന് ഈ പ്രശ്നത്തെ അവരുടേതായ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് പല നഗരങ്ങളിലും ഇത്തരം ടീമുകളുണ്ട്. ലാൻഡ്ഫിൽ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. ചെന്നൈയിൽ ഇത്തരത്തിലുള്ള ഒരു ടീം വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഇത്തരം ഉദാഹരണങ്ങൾ കാണിക്കുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട ഓരോ ശ്രമവും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നാണ്. നമ്മൾ ശുചിത്വത്തിനായി വ്യക്തിപരമായോ അല്ലെങ്കിൽ ഒരു ടീം എന്ന നിലയിലോ നമ്മുടെ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ നഗരങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ പദ്ധതികളും വലിയ പ്രചാരണങ്ങളും വലിയ സംഘടനകളെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ്. എന്നാൽ പലപ്പോഴും മാറ്റത്തിൻ്റെ തുടക്കം വളരെ സാധാരണമായ രീതിയിലാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു പ്രദേശത്ത് നിന്ന്, ഒരു ചുവടുവെപ്പിൽ നിന്ന് മാത്രമല്ല. തുടർച്ചയായി ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാർ സ്വദേശിയായ ബിനോയ് ദാസിൻ്റെ ശ്രമം ഇതിനൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം തൻ്റെ ജില്ലയെ ഹരിതാഭമാക്കാനുള്ള പ്രയത്നം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ബിനോയ് ദാസ് ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പലപ്പോഴും തൈകൾ വാങ്ങുന്നത് മുതൽ അവ നടുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള മുഴുവൻ ചെലവും അദ്ദേഹം സ്വയം വഹിച്ചു. ആവശ്യമുള്ളിടത്ത് നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും നഗരസഭകളെയും കൂട്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായി റോഡരികുകളിൽ പച്ചപ്പ് വർദ്ധിച്ചു. സുഹൃത്തുക്കളെ,
മധ്യപ്രദേശിലെ പന്ന ജില്ലയിലെ ജഗദീഷ് പ്രസാദ് അഹിർവാർ അദ്ദേഹത്തിൻ്റെ ശ്രമവും വളരെ പ്രശംസനീയമാണ്. അദ്ദേഹം വനത്തിൽ ബീറ്റ് ഗാർഡായി സേവനമനുഷ്ഠിക്കുന്നു. ഒരിക്കൽ പട്രോളിംഗിനിടെ അദ്ദേഹത്തിന് തോന്നി, വനത്തിൽ കാണപ്പെടുന്ന പല ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരിടത്തും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന്. ജഗദീഷ് ഈ അറിവ് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ആഗ്രഹിച്ചു. അതിനാൽ അദ്ദേഹം ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാനും അവയുടെ രേഖകൾ തയ്യാറാക്കാനും തുടങ്ങി. അദ്ദേഹം 125ലധികം ഔഷധ സസ്യങ്ങളെ തിരിച്ചറിഞ്ഞു. ഓരോ ചെടിയുടെയും ചിത്രം, പേര്, ഉപയോഗം, അവ കാണപ്പെടുന്ന സ്ഥലം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അദ്ദേഹം ശേഖരിച്ച വിവരങ്ങൾ വനം വകുപ്പ് സമാഹരിച്ചു. അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഗവേഷക വിദ്യാർത്ഥികൾക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളെ, പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഈ മനോഭാവം ഇന്ന് വലിയ തോതിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചിന്തയോടെയാണ് രാജ്യത്തുടനീളം ഒരു മരം അമ്മയുടെ പേരിൽ എന്ന പ്രചാരണം നടത്തുന്നത്. ഈ പ്രചാരണത്തിൽ ഇന്ന് കോടിക്കണക്കിന് ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. ഇതുവരെ രാജ്യത്ത് 200 കോടിയിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ആളുകൾ ഇപ്പോൾ കൂടുതൽ ബോധവാന്മാരാണെന്നാണ്. മാത്രമല്ല, ഏതെങ്കിലും രൂപത്തിൽ അവരുടെ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, മറ്റൊരു കാര്യത്തിന് കൂടി ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം മില്ലറ്റുകളാണ്. അതായത് ശ്രീ അന്ന. ശ്രീ അന്നയോട് രാജ്യത്തെ ജനങ്ങൾക്കുള്ള താൽപ്പര്യം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ 2023 മില്ലറ്റ് ഇയറായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് 3 വർഷത്തിന് ശേഷവും ഇതിനോടുള്ള രാജ്യത്തിന് അകത്തും പുറത്തും കാണുന്ന പാഷനും കമ്മിറ്റ്മെൻറ്റും വളരെ ആവേശം നൽകുന്നതാണ്. സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിലെ കള്ളക്കുരിച്ചി ജില്ലയിൽ ഒരു കൂട്ടം വനിതാ കർഷകർ പ്രചോദനത്തിൻ്റെ ഉറവിടമായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ പെരിയ പാളയം മില്ലറ്റ് FPCUമായി ബന്ധപ്പെട്ട് ഏകദേശം 800 വനിതാ കർഷകർ പ്രവർത്തിക്കുന്നുണ്ട്. മില്ലറ്റുകളുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി കണക്കിലെടുത്ത് ഈ സ്ത്രീകൾ ഒരു മില്ലറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ചു. ഇപ്പോൾ അവർ മില്ലറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ നേരിട്ട് വിപണിയിൽ എത്തിക്കുകയാണ്. സുഹൃത്തുക്കളെ, രാജസ്ഥാനിലെ രാംസറിലും കർഷകർ ശ്രീ അന്നയെക്കുറിച്ച് ഇന്നൊവേഷൻ നടത്തുന്നുണ്ട്. ഇവിടുത്തെ രാംസർ ഓർഗാനിക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ 900-ലധികം കർഷകരുണ്ട്. ഈ കർഷകർ പ്രധാനമായും ബജ്രയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ ബജ്ര പ്രോസസ് ചെയ്ത് റെഡി ടു ഈറ്റ് ലഡ്ഡു തയ്യാറാക്കുന്നു. ഇതിന് വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളും ഉണ്ടെന്നറിയുന്നതിൽ എനിക്ക് പ്രസാദത്തിൽ മില്ലറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആ ക്ഷേത്രങ്ങളിലെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അവരുടെ ഈ ഉദ്യമത്തിന് ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, മില്ലറ്റുകൾ, അതായത് ശ്രീ അന്ന കൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഉറപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് മില്ലറ്റുകൾ. പോഷക സമൃദ്ധമാണ്, സൂപ്പർ ഫുഡുകളാണ്. നമ്മുടെ രാജ്യത്ത് ശൈത്യകാലം ഭക്ഷണകാര്യങ്ങൾക്ക് വളരെ നല്ലതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായും ശ്രീ അന്ന കഴിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, മൻ കി ബാത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചു. ഈ പരിപാടി നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ മനസ്സിലാക്കാനും ആഘോഷിക്കാനുമുള്ള അവസരം നൽകുന്നു. ഫെബ്രുവരിയിൽ അതുപോലൊരു അവസരം കൂടി വരുന്നുണ്ട്. അടുത്ത മാസം ഇന്ത്യ AI ഇമ്പാക്റ്റ്
സമ്മിറ്റ് നടക്കാൻ പോവുകയാണ്. ഈ സമ്മിറ്റിൽ ലോകമെമ്പാടു നിന്നും വിശേഷിച്ച് ടെക്നോളജി രംഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇന്ത്യയിലെത്തും. ഈ സമ്മേളനം AI-യിൽ ഇന്ത്യയുടെ പുരോഗതിയും നേട്ടങ്ങളും ലോകത്തിന് മുൻപിലേക്ക് കൊണ്ടുവരും. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അടുത്ത മാസത്തെ മൻ കി ബാത്തിൽ ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റിനെ കുറിച്ച് നമ്മൾ തീർച്ചയായും സംസാരിക്കും. ദേശവാസികളുടെ മറ്റ് ചില നേട്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. അതുവരെ മൻ കി ബാത്തിൽ നിന്ന് എനിക്ക് വിട തരൂ. നാളത്തെ റിപ്പബ്ലിക് ദിനത്തിന് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി.